വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ ഭാമയും കൂട്ടി പ്രീതി അടുക്കളയിലേക്ക് വരികയാണ്. അന്നേരം ലച്ചുവിനെ കണ്ട് ആരാണെന്ന് തിരക്കുന്നുണ്ട് സത്യഭാമ. അന്നേരം ഈ വീട്ടിൽ എനിക്ക് വേറൊരു ഭാഗ്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാണ് അമ്മു എന്നും പറഞ്ഞ് അമ്മുവിനെ പരിചയപ്പെടുത്തുകയാണ് ഭാമയ്ക്ക് പ്രീതി. അന്നേരം ഇത് ഇവിടുത്തെ വേലക്കാരിയല്ല, എൻ്റെ ഇപ്പോൾ സ്വന്തം അനിയത്തിയാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ലക്ഷ്മിയോട് നീ ഇവിടെ കുറേ ജോലികളൊക്കെ ചെയ്തല്ലോ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പ്രീതി തിരക്കുന്നുണ്ട്. അന്നേരം ലക്ഷ്മി ഉണ്ടാക്കിയ വിഭവങ്ങളുടെ പേരൊക്കെ പറയുന്നത് കേട്ട് എല്ലാ വിഭവങ്ങളുടെ പേരും ലക്ഷ്മി പറയുന്നുണ്ട്. പുളിശ്ശേരി, എരിശ്ശേരി, തോരൻ, അവിയൽ, സാമ്പാർ, അങ്ങനെ എല്ലാം പറയുന്നത് കേട്ട് വാ വിളിച്ചു നിൽക്കുകയാണ് ഭാമ. ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി, ഇനി കഴിക്കാൻ ആളിരുന്നാൽ മതി എന്ന് ലക്ഷ്മി പറയുകയാണ്. അന്നേരം ലക്ഷ്മി നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് സത്യഭാമയ്ക്ക്. തുടർന്ന് ലക്ഷ്മി എന്തോ ആലോചിച്ചിട്ട് അയ്യോ കഴിക്കാനുള്ള ഇല വെട്ടിയില്ല എന്നും പറഞ്ഞ് ഇല വെട്ടാനായിട്ട് പുറത്തേക്ക് ഓടുന്നുണ്ട്. അന്നേരം ഇതുകണ്ട് ചിരിച്ച് ഭാമ ചോദിക്കുകയാണ്, കാലിൽ ചക്രം പിടിപ്പിച്ച പോലുള്ള ഓട്ടമാണല്ലോ, എവിടെ നിന്ന് കിട്ടി ഇതിനെയെന്ന്. അന്നേരം എനിക്കല്ല കിട്ടിയത്, വിഷ്ണുവേട്ടനാണ് കിട്ടിയത്. പിന്നീട് വിഷ്ണു പറഞ്ഞ കാര്യങ്ങളും നടന്ന സംഭവങ്ങളുമൊക്കെ പ്രീതി സത്യഭാമയോട് പറയുന്നുണ്ട്. വിഷ്ണുവേട്ടനാണ് കിട്ടിയതെങ്കിലും പക്ഷേ തുണയായത് എനിക്കാണ്. ബാത്റൂമിൽ വീണ് ഒന്നും ചെയ്യാതെ കിടന്നപ്പോൾ എനിക്ക് സഹായവുമായി ഈ വീട്ടിലെ ജോലികളൊക്കെ, പിന്നെ ശമ്പളം കൊടുക്കാതെ കിട്ടുന്ന ഒരു ജോലിക്കാരിയെ കൂടി വസുമതി ആൻറ്റിക്ക് കിട്ടിയത് കൊണ്ട് ആൻറ്റിക്കും സന്തോഷമായെന്ന് പ്രീതി ഭാമയോട് പറയുന്നുണ്ട്. തുടർന്ന് പ്രീതി ഉണ്ടാക്കിയ കറിയൊക്കെ രുചിച്ച് നോക്കിയിട്ട് സത്യഭാമ പറയുകയാണ്, വസുമതിയെ ഞാൻ എന്തായാലും കുറ്റം പറയില്ല. ദേ ഈ അവിയൽ മാത്രം മതി ഒരു പാത്രം ചോറുണ്ണാനായിട്ട്, അത്രയ്ക്ക് കൈപുണ്യമുണ്ട് ആ കുട്ടിക്കെന്ന് ലക്ഷ്മിയെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കുകയാണ് സത്യഭാമ. പക്ഷേ ലക്ഷ്മിയെ സത്യഭാമ പ്രശംസിക്കുമ്പോഴും സങ്കടപ്പെടുകയാണ് പ്രീതി. അവളെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിലും അവളെ തേടിയെത്തുന്ന എന്തോ ഭൂതകാലമുണ്ട്. അവളെ ഞാൻ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങി, ഇനിയിപ്പോൾ അവളെ എനിക്ക് നഷ്ടമാകുമോ എന്നൊക്കെ പ്രീതി ചിന്തിക്കുന്നുണ്ട്. തുടർന്ന് ലക്ഷ്മി വിളക്കിൽ എണ്ണ ഒഴിക്കാനായിട്ട് സിറ്റൗട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ സമയത്താണ് സ്വാതി കാറിൽ ശാരദാമ്മയെയും ശാലിനിയും കൂട്ടി വരുന്നത്. വണ്ടി നിർത്തിയ ശേഷം ഇതാണോ പ്രീതിയുടെ വീടെന്ന് സ്വാതി ചോദിക്കുകയാണ്. അന്നേരം പ്രീതിയെ നിനക്കറിയാമോ എന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം പ്രീതിയും ഇവളും തമ്മിൽ പണ്ടേ നല്ല ഫ്രണ്ട്സാണ്, എല്ലാവരെയും ഇവൾക്ക് ഓർമ്മയുണ്ട്, പണ്ടേ സ്വാതി സ്മാർട്ടാണെന്ന് ശാലിനി പറയുന്നുണ്ട്. അന്നേരം വലിയ ഡയലോഗൊന്നും വേണ്ട, ആ ഇറങ്ങെന്ന് പറഞ്ഞ് വലിയ താളം വിടുകയാണ് സ്വാതി. ഈ സമയത്ത് ശാലിനിയും ശാരദാമ്മയും കൂടെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും സഞ്ജുവിൻ്റെ ഫോൺ സ്വാതിക്ക് വരുന്നുണ്ട്. അന്നേരം 1 മിനിറ്റ് നിങ്ങൾ ഇറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അന്നേരം ആദ്യം ഇറങ്ങുന്നത് ശാലിനിയും ശാരദാമ്മയുമാണ്. അവരെ കണ്ട് സന്തോഷിച്ച് മുറ്റത്ത് തന്നെ നിൽക്കുകയാണ് ലക്ഷ്മി. ചിരിച്ച് മുറ്റത്ത് തന്നെ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടിട്ട് ഏതാ മോളെ ആ കുട്ടി, നല്ല ഐശ്വര്യമുണ്ടല്ലേ എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. ലക്ഷ്മിയും അവരെ നോക്കി ചിരിച്ച് തന്നെ നിൽക്കുകയാണ്. അവർക്ക് തമ്മിൽ പരിചയമില്ല. പക്ഷേ ഈ സമയത്താണ് സ്വാതി ഫോണുമായിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്നത്. സ്വാതിയെ കണ്ട് ആകെ ഞെട്ടിയ ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും എണ്ണക്കുപ്പി താഴേക്ക് വീഴുന്നുണ്ട്. അന്നേരം അത് അടപ്പ് തുറന്ന നിലം മുഴുവനാവുകയാണ്. എന്നിട്ട് പേടിച്ചങ്ങ് പരിഭ്രമിച്ച് അകത്തേക്ക് കയറി ഓടുകയാണ് ലക്ഷ്മി. പക്ഷേ ഇത് ശാരദാമ്മ കാണുന്നുണ്ട്. സ്വാതിയെ തിരിഞ്ഞു നോക്കി ഓടുന്ന ലക്ഷ്മിയെ കാണുമ്പോൾ സ്വാതിയെ കണ്ടിട്ടാണ് ലക്ഷ്മി ഓടുന്നതെന്ന് ശാരദാമ്മയ്ക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. തുടർന്ന് ലക്ഷ്മി മുകളിലേക്ക് കയറിപ്പോയിട്ട് ബാൽക്കണിയിൽ നിന്ന് സ്വാതി ഫോണിൽ സംസാരിക്കുന്നതും മുറ്റത്ത് നിൽക്കുന്ന ശാലിനിയും ശാരദാമ്മയും ഒക്കെ ഒരു ഭയത്തോടു കൂടി നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് മുറ്റത്ത് നിൽക്കുന്ന അവരെ കണ്ട് ഓടി വന്ന് സ്വീകരിക്കുകയാണ് അർജുൻ. സ്വാതിയെയും പരിചയപ്പെടുന്നുണ്ട്. സ്വാതിയെ അർജുന് നേരത്തെ അറിയാം. ആര്, സ്വാതിയോ, നിന്നെ ഇവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട്. തുടർന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം സ്വാതിക്ക് കയറാനായിട്ട് സമയമില്ല എന്ന് പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട്, ഇത് വളരെ മോശമായി പോയി, ഇവിടെ നിന്ന് വന്നിട്ട് കയറാതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന്. അന്നേരം പ്രീതി സ്വാതിയെ സപ്പോർട്ട് ചെയ്ത് ശാലിനിയും സംസാരിക്കുന്നുണ്ട്. സ്വാതി ഒരാളെ അന്വേഷിച്ച് പോകുന്ന തിരക്കിലാണ്, നമ്മളെ വണ്ടി കേടായതുകൊണ്ട് ലിഫ്റ്റ് തന്നതാണെന്നൊക്കെ. അന്നേരം അർജുൻ പറയുകയാണ്, സമയമില്ലെങ്കിൽ വേണ്ട പോട്ടെ, പിന്നെ ഇവിടെ അടുക്കളയിൽ പുതിയ അപ്പോയിൻമെൻ്റൊക്കെ നിയമിച്ചിട്ടുണ്ട്, നല്ല ചൂട് ചായയും പലഹാരവും ഒക്കെ കിട്ടും എന്നൊക്കെ അർജുൻ സ്വാതിയോട് പറയുന്നുണ്ട്. എന്നാൽ നമുക്കൊരു കോമ്പറ്റീഷൻ നടത്തിയാലോ എന്ന് സ്വാതി ചോദിക്കുന്നുണ്ട്. അന്നേരം സ്വാതി നല്ല പാചകക്കാരിയാണെന്നാണോ പറഞ്ഞു വരുന്നതെന്ന് അർജുൻ തിരക്കുകയാണ്. അല്ല, നമ്മൾ ആ കാര്യത്തിലൊന്നും ഒട്ടും മുമ്പിലല്ല. പിന്നെ അങ്ങനെ ഉള്ള ആൾ എൻ്റെ അടുത്തുണ്ട്, പക്ഷേ ആ കക്ഷി അന്വേഷിച്ചുള്ള ഓട്ടത്തിലാണ് ഞാൻ എന്ന് സ്വാതി പറയുകയാണ്. തുടർന്ന് സഞ്ജു ഫോൺ വിളിക്കുമ്പോഴേക്കും എല്ലാവരോടും യാത്ര പറഞ്ഞ് പോട്ടെ എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ് സ്വാതി. ഇവരോട് സംസാരിക്കുന്നതും സ്വാതി പോകുന്നതുമൊക്കെ ഒരു ഭയത്തോടു കൂടി മുകളിൽ നിന്ന് ലക്ഷ്മി നോക്കി നിൽക്കുന്നുണ്ട്. തുടർന്ന് സ്വാതി കാറെടുത്ത് പോകുമ്പോഴാണ് ലക്ഷ്മിക്ക് നേരെ ശ്വാസം വീഴുന്നത്. തുടർന്ന് അകത്തേക്കൊക്കെ നോക്കിയിട്ട് ശാലിനി എല്ലാവരും എത്തിയോ അർജുനേട്ടാന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അർജുന് കാര്യം മനസ്സിലാകുകയാണ്. എല്ലാവരും എന്നുദ്ദേശിച്ചത് ആരെയാണെന്ന് എനിക്ക് മനസ്സിലായി, വിഷ്ണു എത്തിയിട്ടുണ്ട്, അകത്ത് ആളുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നാണിച്ച് ഒന്ന് പോ അർജുനേട്ടാന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. ഇതൊക്കെ അങ്ങ് സന്തോഷത്തോടു കൂടി അടുത്തുനിന്ന് കേട്ട് നിൽക്കുകയാണ് ശാരദാമ്മയും.
ആകെ നാണിച്ച ശാലിനി ഞാനൊന്ന് പ്രീതിയെ കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. പിന്നെ എങ്കിലത് പ്രീതിയുടെ അക്കൗണ്ടിലേക്ക് വരവ് വെച്ചോ എന്ന് അർജുൻ ശാലിനിയുടെ പുറകെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്. തുടർന്ന് അർജുനോട് ഇവിടെ ഏതോ ഒരു പെൺകുട്ടി ജോലിക്ക് വന്നെന്ന് പറഞ്ഞല്ലോ, അതാരാന്ന് ശാരദാമ്മ തിരക്കുന്നുണ്ട്. അന്നേരം അതൊരു പെൺകുട്ടിയാണ് അമ്മു എന്ന് അർജുൻ പറയുന്നു. അന്നേരം അമ്മു ഒന്ന് ശാരദാമ്മ പറയുകയാണ്. എന്താ ശാരദാമ്മ എന്ന് അർജുൻ തിരക്കുന്നുണ്ട്. ഒന്നുമില്ല എന്ന് പറയുകയാണ് ശാരദാമ്മ അർജുനോട്. അന്നേരം അർജുൻ അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് ശാരദാമ്മ അകത്തേക്ക് കയറാൻ നേരമാണ് മുകളിൽ മട്ടുപ്പാവിൽ നിൽക്കുന്ന അമ്മുവിനെ ശാരദാമ്മ ശ്രദ്ധിക്കുന്നത്. ശാരദാമ്മ കണ്ടു എന്നറിഞ്ഞപ്പോൾ ഒന്നൊന്ന് പേടിച്ച് പുറകോട്ട് മാറുകയാണ് ലക്ഷ്മി. അമ്മുവിൻ്റെ ആ പരുങ്ങലിലും ഭാവത്തിലുമൊക്കെ ശാരദാമ്മയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് സ്വാതിയും സഞ്ജുവും കൂടി കാറിൽ പോകുന്നതാണ്. അന്നേരം പെരുവണ്ണാപുരത്തേക്ക് പോകാനായിട്ട് സഞ്ജുവിന് അത്ര താല്പര്യമില്ല എന്ന് മനസ്സിലാക്കുന്ന സ്വാതി ആകെ പിണങ്ങുകയാണ്. ദൂരം കൂടുതൽ കൊണ്ടായതാണോ യാത്രയിൽ നിന്ന് പിന്മാറുന്നത്? എന്തായാലും സഞ്ജു വന്നില്ലെങ്കിലും ഞാനൊരു ടാക്സി എടുത്ത് പോവും. പിന്നെ അമ്മ വിളിച്ചിരുന്നോ, അമ്മുവിനെ അന്വേഷിച്ച് പോകരുത് എന്നൊക്കെ സ്വാതി ചോദിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം പറഞ്ഞ് അപ്പച്ചി എന്നെ വിളിച്ചിട്ടേ ഇല്ല, ഞാൻ എന്തായാലും തൻ്റെ കൂടെ വരാം. ഇടയ്ക്ക് നമുക്കൊരു കമ്മീഷൻ ഓഫീസിൽ ഒന്ന് കയറാം, അവിടെ ശ്രീരഞ്ജിനെ ഒന്ന് കാണണം, എൻ്റെ ഫ്രണ്ടാണ്. എന്തായാലും അമ്മു അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ മിസ്സായതിന് പിന്നാലെയുള്ള കാര്യങ്ങൾ ശ്രീരഞ്ജിനി കൂടി അന്വേഷിക്കട്ടെ എന്ന് സഞ്ജു പറയുന്നുണ്ട്. അന്നേരം അത് കേട്ട് സമ്മതിക്കുകയാണ് സ്വാതി. തുടർന്ന് സ്വാതി പിണക്കം മാറി ചിരിക്കുമ്പോൾ കാര്യം അറിയുന്നതിന് മുമ്പേ മുഖം വീർപ്പിച്ചില്ലേ എന്ന് സഞ്ജു പറയുന്നുണ്ട്. തുടർന്ന് സഞ്ജു ഗിയർ മാറ്റാനായിട്ട് ഒരുങ്ങുമ്പോൾ സഞ്ജുവിൻ്റെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട് സ്വാതി. എൻ്റെ മനസ്സറിയുന്ന സഞ്ജുവിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുകയാണ്. എന്നിട്ട് ശേഷം അവർ കൈകോർത്ത് കുറേ നേരം അങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതേസമയം ശ്രീരഞ്ജിനിയുടെ ഓഫീസിലേക്ക് നരേന്ദ്രൻ എത്തുന്നുണ്ട്. നരേന്ദ്രന് അവിടെയുള്ള ഒരു പോലീസുകാരനുമായിട്ട് പരിചയമുണ്ട്. മുമ്പ് നരേന്ദ്രൻ്റെ നാട്ടിലായിരുന്നു ആ പോലീസുകാരൻ ജോലി ചെയ്തിരുന്നത്. അന്നേരം അയാളുമായിട്ട് സംസാരിച്ചതിന് ശേഷം ഒഫീഷ്യലായിട്ടുള്ള കാര്യമല്ല, രഹസ്യമായിട്ട് എനിക്കൊരു വിവരം തരണം. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന പെൺകുട്ടി സിറ്റിയിലുള്ള ഒരുത്തനുമായിട്ട് ചാടിപ്പോയി, അവളെ ഒന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം എന്നൊക്കെ നരേന്ദ്രൻ പറയുന്നുണ്ട്. അന്നേരം ACP മാഡം പുതിയ ആളാണ്, ഒരു പോരാത്തതിന് ഒരു പെണ്ണുകൂടിയാണെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. ലീഗലായിട്ട് പോയാൽ പോരെന്ന് ചോദിക്കുമ്പോൾ അത് വേണ്ട, രഹസ്യമായിട്ട് മതി, ഫോട്ടോ ഞാൻ തൻ്റെ മൊബൈലിലേക്ക് അയച്ചു തരാമെന്നും പറഞ്ഞ് ആ പോലീസുകാരൻ്റെ മൊബൈലിലേക്ക് നരേന്ദ്രൻ അമ്മുവിൻ്റെ ഫോട്ടോ സെൻഡ് ചെയ്യുന്നുണ്ട്. തുടർന്ന് ആ ഫോട്ടോ കാണുമ്പോഴത്തേക്ക് ആ പോലീസുകാരന് അമ്മുവിനെ ഓർമ്മ വരികയാണ്. ഈ പോലീസ് മോഹനാണ് മുമ്പ് അർജുനെ കാണാനായിട്ട് അർജുൻ്റെ വീട്ടിലേക്ക് ചെന്നത്. അന്നേരം അമ്മു ചായ കൊണ്ട് തന്നത് ഓർക്കുകയാണ് ഈ പോലീസുകാരൻ. തുടർന്ന് പോലീസുകാരൻ മോഹൻ പറയുന്നുണ്ട്, ഞാൻ അവളെ കണ്ടത് വസുമതി കുഞ്ഞമ്മയുടെ വീട്ടിലാണെന്ന്. എങ്കിൽ ആ അഡ്രസ്സ് ഒന്ന് എഴുതി തരാനായിട്ട് നരേന്ദ്രൻ പറയുന്നുണ്ട്. തുടർന്ന് മോഹൻ അഡ്രസ്സ് എഴുതി നരേന്ദ്രന് കൈമാറുന്നു. അഡ്രസ്സ് കിട്ടിയ സന്തോഷത്തിൽ നരേന്ദ്രൻ പറയുന്നുണ്ട്, പെണ്ണിനെ കിട്ടിയാൽ സാറിന് ഞാനൊരു പാരിതോഷികം തരുന്നുണ്ട്, എങ്കിൽ നരേന്ദ്രൻ തമ്പി ചെല്ലുമെന്നും പറഞ്ഞ് അവർ പിരിയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് സഞ്ജു ശ്രീരഞ്ജിനെ ഫോൺ ചെയ്യുകയാണ്. എനിക്കൊരു അത്യാവശ്യമുണ്ട്, അങ്ങോട്ട് വന്നാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്ന തിരക്കിലാണ്. സഞ്ജു കാര്യം പറയുന്നു. അന്നേരം സ്വാതിയുടെ വീട്ടിൽ നിന്നൊരു പെൺകുട്ടിയെ കാണാനില്ല, ഞങ്ങൾ അവളുടെ നാട്ടിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയുന്നു. അന്നേരം ശ്രീരഞ്ജിനി വിശദമായിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. മുത്തശ്ശി മരിച്ചപ്പോഴാണ് പോയത്, തുടർന്ന് ട്രാവൽ ഏജൻസിയിലെ കാറിലാണ് പോയത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സഞ്ജു പറയുന്നുണ്ട്. തുടർന്ന് ഒരു പരാതി മെയിൽ ചെയ്യാനായിട്ട് ശ്രീരഞ്ജിനി പറയുകയാണ്. നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പരാതി ഫോർവേഡ് ചെയ്യാം എന്നൊക്കെ പറയുന്നു. അന്നേരം സ്വാതിയുടെ മെയിൽ ID നിന്നായിരിക്കും പരാതി അയക്കുന്നതെന്ന് സഞ്ജു പറയുന്നു. ഇതേസമയം ടെറസിൽ തന്നെ ആകെ ടെൻഷൻ നിൽക്കുകയാണ് അമ്മു. സ്വാതി ചേച്ചി പോയി കാണുമോ, ചേച്ചിയുടെ കൂടെ വന്നവരാരെങ്കിലും ഉണ്ടോ, ഇനി ഇവിടെ നിന്നും പോയാൽ എനിക്ക് പോകാനൊരിടമില്ല എന്നൊക്കെ ആകെ വെപ്രാളപ്പെട്ട് അമ്മു ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ശാരദാമ്മ പുറകിൽ വന്ന് തോളി പിടിക്കുന്നത്. അന്നേരം ഞെട്ടിയൊന്ന് പുറകോട്ട് മാറുകയാണ് അമ്മു. അന്നേരം അയ്യോ, ഇത് സ്വാതി ചേച്ചിയുടെ കൂടെ വന്ന ആളല്ലേ എന്നും പറഞ്ഞ് ശാരദാമ്മയെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ് അമ്മു. അന്നേരം ശാരദാമ്മയും വെട്ടിച്ച് അവിടെ നിന്ന് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അമ്മു. അന്നേരം അവിടെ നിന്നേ അമ്മു അല്ലേ നീ എന്ന് ശാരദാമ്മ എന്ന് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈശ്വര പെട്ടല്ലോ, എന്നെക്കുറിച്ച് സ്വാതി ചേച്ചി പറഞ്ഞു കാണും, ഇനി എന്താ ചെയ്യുക എന്നും പറഞ്ഞ് അമ്മ ആലോചിച്ച് നിൽക്കുകയാണ്. അന്നേരം പ്രീതി പറഞ്ഞു അവളുടെ സഹായത്തിന് ഒരാൾ വന്നിട്ടുണ്ടെന്ന്, ആ അമ്മു അല്ലേ നീ എന്ന് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്. അന്നേരം താൻ പിടിക്കപ്പെട്ടില്ല എന്നും പറഞ്ഞ് ആശ്വസിച്ച് നിൽക്കുകയാണ് അമ്മു. തുടർന്നും പോകാനൊരുങ്ങുന്ന അമ്മുവിനെ പിടിച്ചു നിർത്തി വീണ്ടും ചോദ്യം ചെയ്യുകയാണ് ശാരദാമ്മ. നിനക്കെന്താ ആകെ ഒരു പരിഭവവും വെപ്രാളവും ഒക്കെ? വന്നപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുകയാണ്, ആളുകളെ കാണുമ്പോൾ നിനക്കൊരു വെപ്രാളമൊക്കെ ഉണ്ട്. നീ എന്താ മോഷണം വല്ലതും നടത്തിയിട്ടുണ്ടോ, അതോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ നിൽക്കുന്നത്? എനിക്ക് കാര്യങ്ങളൊക്കെ അറിയണം. അങ്ങനെയുള്ള ആരെയും ഈ വീട്ടിൽ നിർത്താനാവില്ല. പ്രീതിയുടെ വീട് എൻ്റെയും കൂടി വീടാണ് എന്നൊക്കെ ശാരദാമ്മ പറയുകയാണ് അമ്മുവിനോട്.
നീ ഒരു സാധുവാണെന്നാണ് ഇവിടെ എല്ലാവരും പറഞ്ഞത്, പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല, എന്തോ കള്ളത്തരമുണ്ട് എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഞാനൊരു പാവമാണമ്മേ, എന്നെ ഒന്നും ചെയ്യില്ലേന്നും പറഞ്ഞ് തൊഴുതു നിൽക്കുകയാണ് അമ്മു കരഞ്ഞുകൊണ്ട്. അന്നേരം നീ കരയാൻ വേണ്ടിയല്ല പറഞ്ഞത്, പക്ഷെ സത്യം എന്നോട് പറഞ്ഞേ പറ്റൂ, ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുകയാണെന്ന് ശാരദാമ്മ പറയുകയാണ്. പറയെഴുന്നള്ളിപ്പിനും സദ്യ വിളമ്പുമ്പോഴും ഒന്നും നിന്നെ കണ്ടില്ല, എന്താണ് കാര്യമെന്ന് വീണ്ടും വീണ്ടും ശാരദാമ്മ ചോദിക്കുന്നു. അന്നേരം എൻ്റെ ഗതികേട് കൊണ്ടാണ് ഞാൻ വിഷ്ണുവേട്ടനോടെല്ലാം പറഞ്ഞതാണ് എന്ന് അമ്മു പറയുകയാണ്. അന്നേരം എനിക്ക് ആ കഥയിൽ വിശ്വാസം വന്നില്ല, ഉള്ള സത്യം എന്നോട് തുറന്നു പറയുമെന്ന് ശാരദാമ്മ അമ്മുവിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. തുടർന്ന് വിഷ്ണുവിനോട് പറഞ്ഞ കഥ തന്നെ അമ്മു ശാരദാമ്മയോടും പറയുന്നുണ്ട്. അനാഥാലയത്തിലാണ് വളർന്നതെന്നും ഒരപ്പൂപ്പനും അമ്മയും ദത്തെടുത്തു, പിന്നീട് അവർ മരിച്ച ശേഷം മക്കളൊക്കെ വന്നു സ്വത്തൊക്കെ വീതം വെച്ചു, ഇളയാൾ മാത്രം തിരിച്ചു പോയില്ല, അയാൾക്ക് സ്വത്തിലായിരുന്നില്ല കണ്ണ്, എൻ്റെ ശരീരത്തിലായിരുന്നു, അയാളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോഴാണ് വിഷ്ണുവേട്ടൻ്റെ അടുത്തെത്തിയത്, അങ്ങനെയാണ് ഇവിടെ വന്നതെന്നൊക്കെ. ഞാൻ അനാഥാലയത്തിലെ ആ 4 ചുവരുകളല്ലാതെ പിന്നെ ആ വലിയൊരു തറവാടിൻ്റെ അകത്തളം മാത്രമേ കണ്ടിട്ടുള്ളൂ, എല്ലാവരെയും എനിക്ക് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മു നിന്ന് കരയുകയാണ്. തുടർന്ന് അമ്മു പറഞ്ഞ കഥ ശാരദാമ്മ വിശ്വസിക്കുകയാണ്. തുടർന്ന് എന്നെ അറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇല്ലയെന്ന് പറയുമ്പോൾ, നിന്നെ രക്ഷിച്ച വിഷ്ണുവേട്ടൻ്റെ ഭാര്യ ശാലിനിയുടെ അമ്മയാണ് ഞാൻ, എല്ലാവരും എന്നെ ശാരദാമ്മ എന്ന് വിളിക്കുമെന്ന് ശാരദാമ്മ പറയുന്നു. അന്നേരം ഞാൻ എന്താ വിളിക്കേണ്ടതെന്ന് അമ്മു തിരക്കുന്നുണ്ട്. അന്നേരം കുറച്ചു മുമ്പേ നീ കഥകളൊക്കെ പറഞ്ഞപ്പോൾ അറിയാതെയാണെങ്കിലും എന്നെ അമ്മയെന്ന് വിളിച്ചില്ലേ, ഇനിയും അങ്ങനെ തന്നെ വിളിച്ചാൽ മതിയെന്ന് സ്നേഹത്തോടു കൂടി അമ്മുവിനോട് പറയുകയാണ് ശാരദാമ്മ. ഈ മതിൽക്കെട്ടിനകത്ത് മോളെ ഉപദ്രവിക്കാനായിട്ട് ആരും വരില്ല, വിഷ്ണുവും അർജുനും ഒക്കെ ഉണ്ടെന്ന് ശാരദാമ്മ പറയുന്നു. നിന്നെപ്പോലുള്ള 3 തങ്കക്കുടങ്ങൾ എനിക്കുമുണ്ട് എന്നൊക്കെ പറഞ്ഞ് അമ്മുവിന് ധൈര്യം കൊടുക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് അമ്മയുടെ കൂടെ ആരൊക്കെയാണ് വന്നതെന്ന് അമ്മു തിരക്കുന്നുണ്ട് സൂത്രത്തിൽ. അന്നേരം ഒരാൾ എൻ്റെ മോള് ശാലിനി, പിന്നെ മറ്റത് അവളുടെ കൂട്ടുകാരി സ്വാതിയാണ്, നമ്മൾ വണ്ടി വഴിയിൽ കേടാൻ നിന്നപ്പോൾ നമുക്ക് ലിഫ്റ്റ് തന്നതാണെന്ന് ശാരദാമ്മ അമ്മുവിനോട് പറയുകയാണ്. ആ കുട്ടി ആരെയോ അന്വേഷിച്ച് നടക്കുകയാണെന്ന് തോന്നുന്നു എന്നൊക്കെ ശാരദാമ്മ സ്വാതിയുടെ കാര്യം പറയുകയാണ്. അന്നേരം ആകെ ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട് സ്വാതി. തുടർന്ന് മോള് വാ നമുക്ക് താഴേക്ക് പോകാമെന്ന് പറഞ്ഞ് ശാരദാമ്മ മുമ്പേ അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് അർജുനും പ്രീതിയും വിഷ്ണുവും കൂടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങ് ചിരിക്കുകയാണ്. അന്നേരം എല്ലാ അമ്മായിമ്മമാരും ഇങ്ങനെ തന്നെയാണ്, പിണങ്ങാനും ഇണങ്ങാനും ഒക്കെ അവർ മതി, അങ്ങനെ തുടർന്ന് എന്തൊക്കെ പറഞ്ഞൊക്കെ ചിരിക്കുന്നുണ്ട് അർജുനൊക്കെ. അന്നേരം ഇപ്പോഴത്തെ പെണ്ണുങ്ങളും കുഴപ്പക്കാരാണ്, ദേ കണ്ടില്ലേ ഒരു പെണ്ണ് പിണങ്ങി നടക്കുന്നതെന്ന് ശാലിനിയെ ചൂണ്ടി പ്രീതി പറയുകയാണ്. തുടർന്ന് അതൊന്ന് തീർക്കണമല്ലോ, ദേ ശാലിനി ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ശാലിനി വിളിക്കുകയാണ് അർജുൻ. ശാലിനി വരുന്നത് കണ്ട് ഒന്ന് വെയിറ്റിട്ടൊക്കെ ഇരിക്കുകയാണ് വിഷ്ണു. അന്നേരം അർജുൻ തിരക്കുകയാണ്, എന്തായി നിങ്ങളുടെ പിണക്കത്തിൻ്റെ പുതിയ ചുവടുവെപ്പുകളെന്ന്. അന്നേരം എനിക്ക് വേറെ ജോലിയുണ്ട്, നിങ്ങൾക്കൊരു ജോലിയും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ ഒന്ന് നോക്കിയിട്ട് പോകാൻ തുടങ്ങുകയാണ്. തുടർന്ന് പ്രീതി പറയുകയാണ്, ദേ ഇവർ കാണിക്കുന്നതൊക്കെ നമ്മുടെ മുമ്പിൽ മാത്രമേ ഉള്ളൂ, ഒരു ഗ്യാപ്പ് കിട്ടിയാലേ ഇവർ ഒട്ടി നിൽക്കുന്നത് ഞാനിപ്പോൾ കാണിച്ചു തരാമെന്ന്. അന്നേരം ആകെ ഒന്ന് ചമ്മുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, പിന്നെ ഒട്ടി നിൽക്കാൻ പറ്റിയൊരു സാധനം, നീ ആളെ വിട്ട് കളിക്ക് പ്രീതി എന്നും പറഞ്ഞ് ശാലിനി പ്രീതിയോട് സംസാരിക്കുന്നുണ്ട്. ശാലിനിയുടെ സംസാരം കേട്ട് വിഷ്ണു പറയുകയാണ്, അതെ വലിയ ജാടയൊന്നും വേണ്ട, ചടങ്ങിൻ്റെ ഇടയിൽ എൻ്റെ അടുത്തേക്ക് ഓടി ഓടി വന്നത് ആരാണെന്ന് ഇവിടെ എല്ലാവരും കണ്ടു. അന്നേരം ഒന്ന് നാണിച്ച് ചമ്മുകയാണ് ശാലിനി. അന്നേരം പ്രീതിയും കളിയാക്കുകയാണ്, ഓടി ഓടിയല്ല, ഒരുമാതിരി മെയ്യുരുകി ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെയെന്ന്. അന്നേരം ശാലിനിക്ക് ആകെ അങ്ങ് നാണം വരുന്നുണ്ട്. അന്നേരം അർജുനും പറയുകയാണ്, അത് ശരിയാണ് വിഷ്ണു, ഈ പെണ്ണുങ്ങൾക്ക് ഉള്ളിലുള്ള സ്നേഹവും പ്രേമവും ഒക്കെ പുറത്ത് കാണിക്കാനായിട്ട് വലിയ മടിയാണ്. തുടർന്ന് അവർ ഒരുപാട് തമാശകളൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. ഇതുപോലെ നമ്മൾ സംസാരിച്ചിട്ട് എത്ര നാളായി ശാലിനി ഇങ്ങോട്ടിരുന്നേ, നമുക്കിപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ സമയം കിട്ടുന്നത് എന്നൊക്കെ പറയുകയാണ്. അന്നേരം നിങ്ങൾക്ക് മാത്രമേ സമയമുള്ളൂ, ഈ ആണുങ്ങൾക്ക് സമയം കിട്ടാറില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ഒന്ന് ചൂടാവാൻ ശ്രമിക്കുകയാണ് അർജുനും പ്രീതിയും കൂടി. തുടർന്ന് അവരങ്ങ് സംസാരിച്ച് വേറെന്തൊക്കെ ആകുമ്പോഴത്തേക്കും രംഗം മാറും എന്നുള്ള തരത്തിലെത്തുമ്പോഴാണ് സത്യഭാമ അവിടേക്ക് വരുന്നത്. അന്നേരം ഭാമയെ കണ്ടിട്ട് ദേ അമ്മ വരുന്നുവെന്ന് അർജുനെ ചുരണ്ടി പറയുന്നുണ്ട് ശാലിനി. തുടർന്ന് സത്യഭാമയെ കാണുമ്പോൾ അർജുനും വിഷ്ണുവും ഒക്കെ എഴുന്നേൽക്കുകയാണ്. എന്നാൽ വിഷ്ണു നമുക്ക് പോയാലോ എന്ന് ചോദിക്കുകയാണ്. അത് സമ്മതിക്കുകയാണ് വിഷ്ണു. തുടർന്ന് അർജുനോട് പറയുന്നുണ്ട്, അർജുൻ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒന്ന് പുറത്തേക്ക് വരാനായിട്ട്. ഭാമ അവിടെ ശാലിനിയെ മൈൻഡ് ചെയ്യുന്നില്ല. അന്നേരം ആ ശരിയെന്നും പറഞ്ഞ് ഭാമയുടെ പിന്നാലെ പോവുകയാണ് അർജുൻ. അർജുൻ്റെ തൊട്ടു പിന്നാലെ ശാലിനിയും വിഷ്ണുവും പ്രീതിയും ഒക്കെ ഉണ്ട്. തുടർന്ന് ഭാമ പറയുകയാണ്, ഇവളുടെ സീമന്തമിങ്ങ എടുത്തു, അതിന് ഇവളെ എനിക്ക് അങ്ങോട്ട് വിട്ട് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, പിന്നീട് കുറച്ച് ദിവസം അവിടെ നിർത്തണം, പിന്നീട് പ്രസവവും ഒക്കെ അവിടെ നിർത്തിയായാൽ കൊള്ളാമെന്ന് എനിക്കുണ്ട്, എന്താ നിൻ്റെ അഭിപ്രായം എന്ന് തിരക്കുകയാണ് ഭാമ.
അന്നേരം അമ്മയോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്ന് അർജുൻ പറയുന്നുണ്ട്. അപ്പോൾ പറയാണ്, സോറി, എനിക്ക് ആ സ്ത്രീയോട് സംസാരിക്കാനായിട്ട് താല്പര്യമില്ല. ഞാൻ വില കൊടുക്കുന്നത് എൻ്റെ മകളുടെ ഭർത്താവിനാണ്. അപ്പോൾ നിൻ്റെ അഭിപ്രായമാണ് എനിക്കറിയേണ്ടത്, അല്ലാതെ ഭർത്താവിൻ്റെ അമ്മയ്ക്കല്ല. എന്താ നിൻ്റെ അഭിപ്രായമെന്ന് വീണ്ടും തിരക്കുന്നുണ്ട് ഫാമ. ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, ഞാൻ ഇറങ്ങുകയാണെന്ന് ഫാമ പറയുകയാണ്. അന്നേരം സത്യഭാമ ഒന്ന് നിന്നേ, എനിക്കൊന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് വസുമതി വരുന്നുണ്ട്. അന്നേരം വസുമതിയെ കളിയാക്കി ഫാമ ചോദിക്കുകയാണ്, ആഹാ, ഞാനിവിടെ ഉണ്ടെന്ന് വസുമതി കണ്ടായിരുന്നോ? ഞാൻ കരുതി എന്നെ വസുമതി കണ്ടിട്ടേ ഇല്ലെന്ന്. ഓ, ഞാൻ അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല. അതിഥികളൊക്കെ വരുന്നതല്ലേ, എല്ലാവരെയും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ എന്ന് വസുമതി ചോദിക്കുകയാണ്. അന്നേരം ആ പരിഹാസം മനസ്സിലാക്കി അതേ നാണയത്തിൽ ഫാമ തിരിച്ചു മറുപടി നൽകുന്നുണ്ട്. ഇത്രയും വലിപ്പമുള്ള എന്നെ നിനക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ നിന്റെ കണ്ണിന് എന്തോ കുഴപ്പമുണ്ട്. തിമിരമാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം, ചികിത്സിക്കണം എന്നൊക്കെ ഫാമ പറയുന്നുണ്ട്. ഓ, അത് ഞാൻ ശ്രദ്ധിച്ചോളാം. പിന്നെ വലിപ്പത്തിൻ്റെ കാര്യമാണ് നീ ശരീരമാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് ഞാൻ സമ്മതിച്ചു തരും. പക്ഷേ കുടുംബമഹിമയുടെയോ പാരമ്പര്യത്തിൻ്റെയോ പണത്തിൻ്റെയോ കാര്യമാണ് നീ ഉദ്ദേശിച്ചതെങ്കിൽ അത് നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കേണ്ടി വരുമെന്ന് വസുമതി പറയുന്നുണ്ട്. തുടർന്ന് ഇരുവരുടെയും സംസാരം കേൾക്കുമ്പോൾ രംഗം മാറും എന്ന് കരുതി നിൽക്കുകയാണ് ശാലിനിയും അർജുനും പ്രീതിയുമൊക്കെ. എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് വീണ്ടും വസുമതി പറയുമ്പോൾ ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയാണ്, എനിക്ക് സമയമില്ല എന്ന് പറയുകയാണ്. അന്നേരം നിന്റെ മകളുടെ കാര്യമാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. നിറവയറോടുകൂടി മകളെ ഇടക്കൊണ്ടൊന്ന് നിർത്തിയിട്ടുണ്ടല്ലോ. ഇനി അവളുടെ സീമന്തം, പ്രസവം, പിന്നെ സിസേറിയൻ ആണെങ്കിൽ അതിനുള്ള ചിലവ്, പിന്നെ ആശുപത്രി ചിലവ്, പിന്നെ കുഞ്ഞാകുമ്പോൾ അതിൻ്റെ ചിലവ്, അങ്ങനെ ചിലവുകൾ ഒരുപാട് കിടക്കുകയാണ്. അന്നേരം ആ തലവേദനയൊന്നും വസുമതി കുഞ്ഞമ്മ ഏറ്റെടുക്കണ്ട എന്ന് ഫാമ പറയുകയാണ്. ആ കാര്യമാണ് ഞാൻ അർജുനോട് സംസാരിച്ചു കൊണ്ടിരുന്നതും. അന്നേരം അർജുനോടുള്ള രഹസ്യ ഇടപാടൊന്നും വേണ്ട, ഞാനുമായിട്ട് സംസാരിച്ചാൽ മതി. കല്യാണം ഇവർ തമ്മിൽ മുൻകൈയെടുത്ത് നടത്തിയതാണെങ്കിലും കുടുംബക്കാർ തന്നെയാണ് ആ വിവാഹം ഉറപ്പിച്ചതെന്ന് വസുമതി പറയുകയാണ്. വസുമതിയുടെ സംസാരമൊക്കെ കേട്ട് നീ എന്താ കച്ചവടമാക്കാനാണോ പോകുന്നത്? ഈ ചിലവുകളെല്ലാം ചേർത്തെന്ന് ഫാമ ചോദിക്കുകയാണ്. അങ്ങനെ കരുതിയാലും കുഴപ്പമൊന്നുമില്ല, ഇതെല്ലാം കൂടി ചേർത്ത് ഒരു 10 ലക്ഷം രൂപയുടെ ചിലവ് വരുമെന്ന് വസുമതി പറയുകയാണ് ഫാമയോട്. ആട്ടെ, 10 ലക്ഷം ആയിക്കോട്ടെ, അതിനിപ്പോൾ എന്താന്ന് ഫാമ തിരക്കുകയാണ്. അന്നേരം ആ 10 ലക്ഷം നിന്റെ മകളുടെ പ്രസവ ചിലവിനായിട്ട് നീ എനിക്ക് തരണമെന്ന് വസുമതി പറയുന്നുണ്ട്. അന്നേരം എല്ലാവരുടെയും നോക്കി ഒന്ന് ചിരിച്ചിട്ട് വസുമതിയുടെ അടുത്തേക്ക് ചെന്ന് ഫാമ പറയുകയാണ്, 10 ലക്ഷം പോയിട്ട് 10 നയ പൈസ പോലും നിനക്ക് ഈ സത്യഭാമ തരില്ല. ആ പ്രസവ ചിലവ് നീ നോക്കണ്ടെന്ന് ഫാമ പറയുന്നു. അന്നേരം ഉറപ്പാണോ എന്ന് വസുമതി ചോദിക്കുന്നുണ്ട്. അതെ, എൻ്റെ മകളുടെ പ്രസവ ചിലവ് നീ നോക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മകൾക്ക് വേണ്ടി 10 ലക്ഷമല്ല 10 കോടി മുടക്കാനും ഞാൻ തയ്യാറാണ്. പക്ഷേ കെട്ടിച്ചുവിട്ട മകൾക്ക് വേണ്ടി പ്രസവ ചിലവിനായിട്ട് പണം കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിലൊന്നും കേട്ടുകേൾവി പോലില്ല. കേട്ടോടി എന്ന് വസുമതിയോട് ദേഷ്യത്തോടെ ഫാമ പറയുമ്പോൾ അർജുൻ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയായി പറയുന്നത്? പ്രീതിയുടെ പ്രസവത്തിന് അവരുടെ വീട്ടുകാരോട് നമ്മൾ പൈസ ചോദിക്കുമോ? നാണക്കേടല്ലേ എന്ന് അർജുൻ ചോദിക്കുകയാണ്. അന്നേരം ചിത്ര പറയുകയാണ്, ഏട്ടൻ ഇതിൽ ഇടപെടണ്ട, ഇത് മുതിർന്നവർ തമ്മിലുള്ള കാര്യമല്ലേ, അവർ തമ്മിൽ സംസാരിച്ച് തീർത്തോളും. അന്നേരം യു ഷട്ടപ്പ് എന്നും പറഞ്ഞ് പ്രീതിയുടെ വായടപ്പിക്കുകയാണ് അർജുൻ. ഇത് നാണക്കേടല്ലേ എന്ന് വീണ്ടും വസുമതിയോട് അർജുൻ ചോദിക്കുന്നുണ്ട്. അന്നേരം അവളോട് ഷട്ടപ്പ് പറയാനായിട്ട് നിനക്ക് അധികാരമില്ല, ഇത് ഞാൻ സംസാരിക്കും എന്ന് വസുമതി വീണ്ടും പറയുകയാണ്. തുടർന്ന് അർജുനോട് കയർക്കുകയാണ് വസുമതി. സ്വന്തം അനിയത്തിയുടെ കല്യാണകാര്യത്തെക്കുറിച്ച് നിനക്കൊരു ചിന്തയുമില്ല. ആദ്യമൾ ഗർഭിണി ആയപ്പോഴേ നിനക്ക് ഞാൻ സൂചന തന്നതാണ്. അവളുടെ കല്യാണത്തിന് വേണ്ടി സ്വരുക്കൂട്ടി വച്ചിരിക്കുന്നതെല്ലാം കൂടെ ചേർത്ത് നിന്റെ ഭാര്യയുടെ പ്രസവം നടത്താനായിട്ട് ഈ വസുമതിക്ക് പറ്റില്ല. തുടർന്ന് ബലെ ഫേഷ് എന്നും പറഞ്ഞ് അർജുനോട് സംസാരിക്കുകയാണ് സത്യഭാമ. ദേ കേട്ടില്ലേ, നിന്റെ ഭാര്യയുടെ പ്രസവ ചെലവിൻ്റെ കണക്കാണ് ഇവിടെ പറയുന്നത്. നിന്റെ മൂക്കിന് താഴെ കുറച്ച് രോമം ഇരിപ്പില്ലേ, അതിന് മീശയെന്നൊന്നും പറയാൻ പറ്റില്ല. തൽക്കാലം നീ അതങ്ങ് തുടച്ച് കളഞ്ഞേക്കെന്നും പറഞ്ഞ് അർജുനെ കളിയാക്കുകയാണ് സത്യഭാമ. പിന്നെ അതിന് നിനക്ക് നിന്റെ അമ്മയോട് അനുവാദം ചോദിക്കണമെങ്കിൽ നീ ഈ പെണ്ണിനെ പ്രീതിയെ പിടിച്ചിട്ട് പറയുകയാണ്, നീ ഈ പെണ്ണിനെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടെത്തിച്ചിട്ട് രസീതും തന്നിട്ട് പൊയ്ക്കോ. അപ്പോൾ നിന്റെ അക്കൗണ്ടിലേക്ക് അടുത്ത നിമിഷമുണ്ടാവും 10 ലക്ഷത്തിന് പകരം 10 കോടി. തുടർന്ന് പ്രീതിയുടെ കൈവിട്ടിട്ട് വിഷ്ണുവിനെയും വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ദേഷ്യത്തോടു കൂടി ഫാമ. ഇറങ്ങാൻ നേരം വസുമതിയൊന്ന് രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് വിഷ്ണു. പക്ഷേ വിഷ്ണു എതിർത്തൊന്നും പറയുന്നില്ല. തുടർന്ന് വീണ്ടും അകത്ത് വസുമതി ദേഷ്യപ്പെടുന്നുണ്ട്. അവർ പറഞ്ഞത് തന്നെയാണ് ശരി, നിന്റെ മൂക്കിന് താഴെയുള്ളത് മീശയല്ല. ഒരു പ്രശ്നം വന്നപ്പോൾ വിഷ്ണു അവൻ്റെ അമ്മയുടെ കൂടെ നിന്നോ, പക്ഷെ നീ എൻ്റെ വയറ്റിൽ വന്ന് കുരുത്തു പോയല്ലോ, എൻ്റെ ഒരു ഗതികേട് എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിക്കുകയാണ് വസുമതി. തുടർന്ന് കാണിക്കുന്നത് വസുമതിയും ചിത്രയും കൂടി റൂമിനകത്ത് ആകെ സംസാരത്തിലാണ്. ആ സത്യഭാമയുടെ അഹങ്കാരം കണ്ടില്ലേ, മകൾക്ക് 10 ലക്ഷത്തിന് പകരം 10 കോടി കൊടുക്കും, പക്ഷെ നമ്മൾ ചോദിച്ചാൽ തരില്ല. അവരുടെ മകളെ നമ്മളിവിടെ നിർത്തി ചെലവും ഒക്കെ കൊടുക്കുകയല്ലേ, അതുപോലും ആ സ്ത്രീ ആലോചിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെടുകയാണ് വസുമതിയോട് ചിത്ര.
നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചിത്ര പറയുമ്പോൾ ദേഷ്യത്തോടെ വസുമതി പറയുന്നുണ്ട്, എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആ സത്യഭാമയുടെ മകളെ പായും തലേണയും ഒക്കെ ചുരുട്ടി അവളെ ഞാൻ പുറത്തേക്കെറിയും. ആരാണ് ചോദിക്കാൻ വരുന്നത്, എനിക്കൊന്ന് കാണണം എന്നൊക്കെ ദേഷ്യത്തോടെ കട്ടിലിരുന്ന് പറയുകയാണ് വസുമതി. ഈ സമയത്ത് ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടേക്ക് അർജുൻ വരുന്നുണ്ട്. അതിന് എൻ്റെ സഹായം വല്ലതും വേണ്ടി വരുമോ എന്ന് ചോദിച്ചുകൊണ്ട് അർജുൻ അകത്തേക്ക് വരുന്നുണ്ട്. എന്താടാ, നീ പരിഹസിക്കുകയാണോ അതോ ഭീഷണിയാണോ എന്ന് വസുമതി ചോദിക്കുകയാണ്. അയ്യോ, പരിഹസിക്കാനും ആജ്ഞാപിക്കാനും ഒക്കെയുള്ള അവകാശം അമ്മയ്ക്ക് മാത്രമല്ലേ ഉള്ളൂ. പിന്നെ സത്യഭാമയുടെ മുമ്പിൽ ഈ കണക്കൊക്കെ നിരത്തുമ്പോൾ അമ്മയ്ക്ക് എന്നോട് ഒരു വാക്ക് ചോദിക്കാമായിരുന്നില്ലേ എന്ന് അർജുൻ ചോദിക്കുന്നുണ്ട്. അന്നേരം ചോദിച്ചാൽ എടുത്തു തരാനായിട്ട് നിൻ്റെ അട്ടിയിട്ട് വച്ചിരിക്കുകയാണോ എന്ന് വസുമതി തിരക്കുകയാണ്. ഞാൻ അട്ടിയിട്ട് വച്ചിട്ടൊന്നുമില്ല. പക്ഷേ അന്നേരം അർജുൻ തൻ്റെ അച്ഛൻ്റെ കഥ പറയുന്നുണ്ട്. അങ്ങനെ പത്തായത്തിൽ സ്വരുക്കുട്ടി വെച്ചിട്ടാണോ അച്ഛൻ അമ്മയെ കല്യാണം കഴിച്ചത്? തുടർന്ന് ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരുടെയും പ്രസവത്തിനൊക്കെ അച്ഛൻ ഒരുപാട് ഓടി നടന്നിട്ടുണ്ട് എന്നിങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞല്ലേ അമ്മ ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനായിട്ട് നാണമില്ലേ എന്ന് അർജുൻ ചോദിക്കുകയാണ്. തുടർന്ന് പോകാൻ നേരം അർജുൻ പറയുന്നുണ്ട്, അമ്മയോട് പറയുന്നതിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുകയാണ്, അമ്മയോടോ എൻ്റെ പൊന്നു പെങ്ങളോടോ സത്യഭാമയോടോ ചോദിച്ചിട്ടല്ല ഞാൻ എൻ്റെ ഭാര്യയെ ഗർഭിണിയാക്കിയത്. അപ്പോൾ അവളുടെ പ്രസവ ചെലവിനും കുഞ്ഞിനെ നോക്കാനുമുള്ളൊക്കെയുള്ള പണം കണ്ടെത്തേണ്ടത് ഈ ഞാനാണ്. അതിനാരുടെയും സഹായം എനിക്ക് വേണ്ട എന്ന് വസുമതിയുടെ മുഖത്ത് നോക്കി തന്നെ അർജുൻ പറയുന്നുണ്ട്. അന്നേരം ഒന്ന് നാണിക്കിച്ചേ എന്നാക്കുകയാണ് വസുമതി. പക്ഷെ വീണ്ടും വസുമതി പറയുന്നുണ്ട്, എടാ നീ അതൊക്കെ ആയിക്കോ, പക്ഷേ ഇവളുടെ കാര്യം എങ്ങനെ നടക്കുമെന്ന്. അന്നേരം ഇവളുടെ കാര്യം എന്നാണ് ഞാൻ മുടക്കം വരുത്തിയിട്ടുള്ളത്? ചന്തമുള്ള ഒരു പെണ്ണിൻ്റെ പുറകെ ഞാൻ പോയപ്പോഴും ഞാൻ നിങ്ങളാരെയും ഉപേക്ഷിച്ചില്ലല്ലോ. അങ്ങനെ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നിങ്ങളിവിടെ ഒറ്റയ്ക്ക് കഴിയേണ്ടി വന്നേനെ. നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമായിരുന്നോ എന്നൊക്കെ അർജുൻ തിരക്കുകയാണ്. പിന്നെ ഇവളുടെ പേരിൽ നല്ലൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടതിന് ശേഷം തന്നെയാണ് ഞാൻ പ്രീതിയെ കല്യാണം കഴിച്ചത്. അത് ഞാൻ അമ്മയുടെ കാൽച്ചുവട്ടിലേക്ക് എടുത്തു വയ്ക്കാത്തത് പിറ്റേ ദിവസം തന്നെ അമ്മ ഏതെങ്കിലും ഒരു അമ്പലത്തിൻ്റെ കൊടിമരത്തിന് അതുകൊണ്ട് സ്വർണം പൂശും. അപ്പോൾ പിന്നെ അതില്ലാതാകുമല്ലോ. അതിനുശേഷം നന്നായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ട് വസുമതിയോട് അർജുൻ. ഈ അർജുൻ ശങ്കറിൻ്റെ മൂക്കിന് താഴെയുള്ളത് മീശ തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ അതേ മുഖത്തുള്ള മീശ തന്നെയാണ് എനിക്കുമുള്ളത്. പിന്നെ ഞാൻ പലപ്പോഴും സംസാരിക്കാതിരിക്കുന്നത് അമ്മ പലരുടെയും മുമ്പിൽ മാനം കെടണ്ട എന്ന് കരുതി മാത്രമാണ്. അമ്മ ഈ കാര്യങ്ങളൊക്കെ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയേക്കൊള്ളാം. എന്നിട്ട് ചിത്രയോട് പറയുകയാണ്, എടി ചിത്രയെ, ഭ്രാന്ത് വന്നാൽ അമ്മയായാലും ചികിത്സിക്കണം. തൽക്കാലം എന്നെ കൊണ്ട് എന്തായാലും അതിന് കഴിയില്ല. നീ നല്ലൊരു നെല്ലിക്കാത്തളം വച്ചു കൊടുക്ക്. അമ്മയ്ക്കെൻ്റെ നല്ല നമസ്കാരം എന്ന് പറഞ്ഞ് വസുമതിയെ കളിയാക്കി ഒന്ന് തൊഴുതിട്ട് റൂം വിട്ടു പോവുകയാണ് അർജുൻ. അർജുൻ്റെ കളിയാക്കലും പരിഹാസവും ഒക്കെ കേട്ട് ആകെ അങ്ങ് തലപെരുത്ത് കണ്ണൊക്കെ അടച്ചു പിടിച്ച് പല്ലൊക്കെ ഞെരുമുങ്ങിയാണ് വസുമതി. ഈ സമയത്താണ് അടുക്കളയിൽ ലക്ഷ്മി എന്തോ ജ്യൂസ് അടിക്കുന്ന മിക്സി ഓണാക്കുന്നത്. ഈ ശബ്ദം കൂടി കേൾക്കുമ്പോൾ വസുമതിക്ക് ആകെ അങ്ങ് തലപെരുക്കുന്നുണ്ട്. അതേസമയം അടുക്കളയിൽ ലക്ഷ്മി ഉണ്ടാക്കിയ ജ്യൂസ് ശാരദാമ്മയ്ക്ക് ആദ്യം കൊടുക്കുന്നുണ്ട്. അന്നേരം ചൂടുകാലത്ത് ഇത് തന്നെയാണ് ചായക്ക് പകരം നല്ലത്, മോളിത് വസുമതിക്ക് കൊണ്ട് കൊടുക്കെന്ന് പറയുകയാണ്. അന്നേരം അമ്മ വരുന്നില്ലേ എന്ന് ലക്ഷ്മി തിരക്കുന്നുണ്ട്. ഇല്ല, എനിക്കിവിടെ ഒരുപാട് ജോലികളുണ്ടെന്ന് പറയുന്നുണ്ട്. അന്നേരം വീണ്ടും നിർബന്ധിക്കുകയാണ് ലക്ഷ്മി, അമ്മയും കൂടി വാ, അമ്മയുടെ മോളും മരുമോനും ഒക്കെ ഉള്ളതല്ലേ, എല്ലാവർക്കും കൂടിയിരുന്ന് കുടിക്കാമെന്നൊക്കെ പറയുന്നു. അന്നേരം അതൊക്കെ പിന്നെ ആവട്ടെ, നീ ഇത് ആദ്യം വസുമതിക്ക് കൊണ്ടുപോയി കൊടുക്കെന്നും പറഞ്ഞ് ലക്ഷ്മിയെ ജ്യൂസുമായിട്ട് വസുമതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് ശാരദാമ്മ. ഈ ഒരു സമയത്ത് മുകളിൽ ബാൽക്കണിയിൽ നിന്ന് ആകെ കലിതുള്ളുകയാണ് ചിത്രയോട് വസുമതി. അവൻ പറഞ്ഞത് കേട്ടില്ലേ, എൻ്റെ തലയിൽ നെല്ലിക്കാത്തളം വെക്കണം, എനിക്കിവിടെയുള്ള സാധനങ്ങളെല്ലാം എടുത്തെറിയാനാണ് തോന്നുന്നത് എന്നൊക്കെ പല്ലൊക്കെ കടിച്ചമർത്തി വസുമതി പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ പോട്ടെ അമ്മേ, അർജുനേട്ടനെ കൊണ്ട് പ്രീതിയെയും അവളുടെ അമ്മയും ഒക്കെ പറയിപ്പിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വസുമതിയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ചിത്ര. ഈ ഒരു സമയത്താണ് അമ്മയെ ജ്യൂസ് എന്നും പറഞ്ഞ് ലക്ഷ്മി വരുന്നത്. അന്നേരം എനിക്കെങ്ങും വേണ്ട, ഈ സമയത്ത് ജ്യൂസ് ആരാണ് കൊണ്ടുവരാൻ പറഞ്ഞത്, കൊണ്ടുപോടിയെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് വസുമതി തിരിഞ്ഞു നിൽക്കുകയാണ്. അന്നേരം എന്ത് ജ്യൂസാടി ഇതെന്ന് ചിത്ര തിരക്കുന്നുണ്ട്. അന്നേരം നെല്ലിക്ക ജ്യൂസാണെന്ന് അമ്മ മറുപടി പറയുകയാണ്. ബുദ്ധി വളർച്ചയ്ക്ക് നല്ലതാണെന്നാണ് പറയുന്നതെന്ന് ലക്ഷ്മി സന്തോഷത്തോടെ പറയുന്നുണ്ട്. ഇതും കൂടി കേൾക്കുമ്പോൾ വസുമതിക്ക് ആകെ അങ്ങ് കൺട്രോൾ പോവുകയാണ്. എടി പന്നേന്നും പറഞ്ഞ് ഒരു ചീത്ത വിളിച്ചിട്ട് ലക്ഷ്മിയെ കവാലം നോക്കി അടിക്കുകയാണ് വസുമതി. അടി കൊണ്ട് ജ്യൂസും എല്ലാം താഴെ പോകുന്നു, ലക്ഷ്മിയും താഴേക്ക് വീഴുകയാണ്. ഈ ശബ്ദം കേട്ടുകൊണ്ട് താഴെ നിന്ന് ഓടി ശാരദാമ്മയും പ്രീതിയും ശാലിനിയും ഒക്കെ എന്താണെന്നും പറഞ്ഞ് മുകളിലേക്ക് വരുന്നുണ്ട്. അന്നേരം ലക്ഷ്മിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് നീ എൻ്റെ ബുദ്ധി വളർച്ച നന്നാക്കും അല്ലേടി എന്നും പറഞ്ഞ് വീണ്ടും ലക്ഷ്മി അടിക്കാനായിട്ട് കൈയോങ്ങുകയാണ് വസുമതി. അന്നേരം വസുമതി എന്നും പറഞ്ഞ് ഉറക്കെ വിളിച്ചാൽ തടുക്കുന്നുണ്ട് ശാരദാമ്മ. അമ്മു ചെയ്ത തെറ്റ് എന്താണെന്ന് പറഞ്ഞിട്ട് മാത്രം ഇനി ശിക്ഷ മതിയെന്ന് ശാരദാമ്മ പറയുന്നു. ഇവൾ ചെയ്ത തെറ്റോ? ഇവൾ തന്നെയാണ് തെറ്റ്. ഇവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് വീട്ടുജോലി ചെയ്യാനും പ്രീതിയുടെ കാര്യങ്ങൾ നോക്കാനും വേണ്ടി മാത്രമാണ്.
അല്ലാതെ ന്യൂസ് ചോർത്താനും പാത്തും പതിയും നിൽക്കാനും ആരുടെ പക്ഷം പിടിക്കാനൊന്നുമല്ല എന്ന് വസുമതി പറയുകയാണ്. വീട്ടുജോലിക്കാരിയാൽ സ്വന്തം ജോലി നോക്കിയിട്ട് അവരുടെ പാട് നോക്കിപ്പോണം എന്നൊക്കെ വസുമതി ദേഷ്യത്തോടെ പറയുകയാണ്. അന്നേരം ശാലിനി ചോദിക്കുന്നുണ്ട്, അമ്മു എവിടെ പാത്തും പതുങ്ങി നിന്നെന്നാണ് നിങ്ങൾ ഈ പറയുന്നതെന്ന്. എൻ്റെ മകൻ എന്നോട് സംസാരിക്കുന്നത് ഇവൾ ഒളിഞ്ഞു നിന്ന് കേട്ടു. അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം ഇവൾ എനിക്ക് നെല്ലിക്ക ജ്യൂസുമായി വന്നതെന്ന് വസുമതി പറയുകയാണ്. അന്നേരം അമ്മുവിൻ്റെ പക്ഷം പിടിച്ച് ശാരദാമ്മ സംസാരിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. ഈ സമയം വരെ അവൾ എൻ്റെ ഒപ്പം അടുക്കളയിൽ ഉണ്ടായിരുന്നു. നിങ്ങൾ കഴിച്ചതിൻ്റെ പാത്രം കഴുകി എച്ചിലെടുക്കുകയും ഒക്കെ ആയിരുന്നു ഇവൾ. അതിനിടയിൽ ഇവൾ എവിടെ നിന്നാണ് ഒളിച്ചു കേട്ടത്, ആരുടെ പക്ഷമാണ് പിടിച്ചത് എന്നൊക്കെ ശാരദാമ്മ വസുമതിയോട് ചോദിക്കുകയാണ്. ഓഹോ, അപ്പോൾ ഞാനായോ ഇപ്പോൾ കുറ്റക്കാരി? ഇവളെ ഞാൻ ഒന്ന് അടിച്ചു എന്ന് കരുതി നിങ്ങളുടെ മുമ്പിൽ കാരണമൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്നെ ആരും ചോദ്യമൊന്നും ചെയ്യണ്ടെന്ന് വസുമതി പറയുന്നുണ്ട്. അന്നേരം ശാരദാമ്മ പറയുകയാണ്, വീട്ടുജോലിക്ക് നിൽക്കുന്നു എന്ന് കരുതി നിങ്ങളുടെ ആരുടെയും അടിയും തൊഴിയുമൊന്നും കൊള്ളേണ്ട ആവശ്യമൊന്നും ഇവൾക്കില്ല. നിങ്ങളെപ്പോലെ തന്നെ അടി കൊണ്ടാൽ ചോരയൊക്കെ വരുന്ന ഒരു ദേഹമാണ് ഇവൾക്കുമുള്ളത്. എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഉള്ളിലെ ചോരയ്ക്ക് ചുവന്ന നിറവും ഇവളുടെ ഉള്ളിൽ പച്ച ചോരയാണ് ഉള്ളത് എന്നൊക്കെയുള്ള ധാരണയൊന്നും നിങ്ങൾക്ക് വേണ്ടാന്ന് ശാരദാമ്മ പറയുകയാണ്. അന്നേരം പക്ഷം പിടിച്ചത് എനിക്ക് മനസ്സിലായി. പാത്രം കഴുകുന്നവൾക്ക് നൊന്തപ്പോൾ നിങ്ങൾക്കും നൊന്തു, ഒരേ തരക്കാരല്ലേ എന്നൊക്കെ പറഞ്ഞ് വസുമതി കളിയാക്കുകയാണ്. രണ്ടാളും ചെയ്യുന്നത് ഒരേ ജോലിയല്ലേ? പക്ഷേ ഈ വീട് ഭരിക്കുന്നത് വസുമതിയാണ്. ഭരിക്കുന്ന ആൾ തീരുമാനിക്കും ഇവിടുത്തെ കാര്യങ്ങളെന്ന് വസുമതി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അയ്യോ, പാചകക്കാരുടെ യൂണിയനൊന്നും അല്ല വസുമതി. ഞാനിവൾക്ക് ഒരു മനുഷ്യ സ്ത്രീയാണെന്നുള്ള പരിഗണന കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ എന്ന് ശാരദാമ്മ പറയുകയാണ്. ഓ, അത്രയ്ക്ക് വലിയ പരിഗണനയാണെങ്കിൽ നിങ്ങൾ തന്നെ ഇവളെ കൂട്ടിക്കൊണ്ടുപോയി പോറ്റിക്കോ ശാരദാമ്മേ. ഈ നശൂലത്തിന് ഈ വീട്ടിൽ ഇനി വേണ്ട എന്ന് വസുമതി പറയുകയാണ്. അന്നേരം ഇതൊക്കെ കേട്ട് ആകെ കരയുകയാണ് അമ്മു. അപ്പോൾ എല്ലാ കാര്യങ്ങളും തീർന്നല്ലോ, നീ വാടിയെന്നും പറഞ്ഞ് ചിത്രയും വിളിച്ചുകൊണ്ട് വസുമതി അങ്ങ് പോകുന്നുണ്ട്. തുടർന്ന് പരസ്പരം എല്ലാവരും നോക്കി നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നുള്ള മട്ടിൽ. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡ്. ഓക്കെ, താങ്ക്